സെപ്റ്റംബർ 12 നമ്മുടെ ടോബി ബ്രോന്റെ AR റിലീസാണ്. സെപ്റ്റംബർ 12 നാളെ തന്നെ കിഷ്കിന്ദ കണ്ടം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ രഞ്ജിത്ത് അയ്യപ്പൻ ഡയറക്ട് ചെയ്തിട്ടുള്ള റിലീസ് ആവുന്നുണ്ട്. 13 അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന അജിത് മാമ്പള്ളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട്. അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരല്ല, അല്ലെങ്കിൽ ഇരിക്കണവരല്ല ഈ പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യണ പ്രവർത്തികളിൽ പറഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത്. ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ 3 സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂ. അപ്പം ഹായ് ചങ്ങായിമാരെ, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാനിടയുണ്ടായിരുന്നു. ഇപ്പം അറിയാലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ കത്തി കയറി നിൽക്കുന്ന സമയത്താണ് പവർ ഗ്രൂപ്പ് മലയാള സിനിമയിലുണ്ട് എന്നും ടോവിനോ തോമസ്, പെപ്പെ, അതേപോലെ തന്നെ ആസിഫ് അലി എന്നിവർ പവർ ഗ്രൂപ്പിൽ പെട്ടവരാണ്, അല്ലെങ്കിൽ ഇതാണ് പവർ ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഷിജു എബ്രാഹിം എന്ന് പറയുന്ന ലേഡിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായത്. നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പിന്നീട് അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണമായെന്നും അതിനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ശരിയാണ്. കാരണം ഇവരെ വിഷമം ഫീലിങ്സാണ് ഇവരിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. തുടർന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഓക്കെ. പ്രിയപ്പെട്ട ടോവിനോ, ആസിഫ് അലി, പെപ്പെ, പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി. നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ 3 ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പെപ്പെ, ആസിഫ് അലി, ടോവിനോ തോമസ് ഇവർ 3 പേരും കൂടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നമുക്കറിയാം ഇപ്പം ARM റിലീസായിട്ടുണ്ട്, അഥവാ അജയൻ്റെ 2ാം മോഷണം എന്ന് പറയുന്ന സിനിമ ഒരു എപ്പിക് മൂവിയാണ്. മസ്റ്റ് വാച്ചാണ് തിയേറ്റർ. ഈ BGM ആവട്ടെ, ഫൈറ്റ് ആവട്ടെ, കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത് ടോവിനോ തോമസിൻ്റെ മാത്രമല്ല, അതിൽ അഭിനയിച്ച എല്ലാവരും എടുത്ത് പറയണം. ജഗദീഷ് മുതൽ സുരഭി, അങ്ങനെ ടോവിനോ തോമസിൻ്റെ കോംബോ ആയിട്ടുള്ള സുരഭി, ഇവരൊക്കെ വേറെ ലെവൽ അഭിനയം മസ്റ്റ് വാച്ചാണ്. അതേപോലെ തന്നെ ഇന്നലെ തന്നെ റിലീസായിട്ടുള്ള ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ, അതും മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ ടോവിനോൻ്റെയും ആസിഫ് അലിയുടെയും കരിയറിൽ ഈ പടം എന്ത് വന്നാലും എടുത്തു വെക്കാൻ കഴിയും. കാരണം ഇനി മലയാളത്തിൽ നിന്നൊക്കെ ഒരു റീമേക്ക് മൂവീസ് മറ്റുള്ള ഭാഷകളിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ കിഷ്കിന്ദ കാണ്ഡമൊക്കെ എന്തായാലും വന്നിരിക്കും. കാരണം ആ ലെവല് ഒരു മിസ്റ്ററിക്കലായിട്ടുള്ള സിനിമയാണ്. പിന്നെ നമ്മുടെ കണ്ടാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോണെന്നാണ് നമ്മുടെ ഈ പറഞ്ഞ പെപ്പെ, ആന്റണി വർഗീസിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടി ഓണത്തിന് റിലീസാവുന്ന ഇവരെ 3 പേരുടെ സിനിമ മാത്രമായിട്ട് ഇവരൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഈ പറയുന്ന ഷിലു എബ്രഹാം ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ മാത്രം 3 പടങ്ങൾ ഓണത്തിന് റിലീസാവുന്നു എന്ന രീതിയിൽ ഇവർ പോസ്റ്റ് ഇട്ടപ്പോൾ ഇന്ന് ഈ പറയുന്ന ഷിലു എബ്രഹാമിൻ്റെ ഒക്കെ ബാഡ് ബോയ്സ് എന്ന് പറയുന്നത് റഹ്മാൻ്റെ മലയാളത്തിലൊക്കെ ഉള്ള തിരിച്ചുവരവാണ്. മമ്മൂട്ടി ലാലേട്ടനൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ കത്തിക്കയറിയിരുന്ന ഒരു നടനായിരുന്നു ഈ പറയുന്ന റഹ്മാൻ. ആ റഹ്മാൻ സാറിൻ്റെ ഒക്കെ ഒരു പടം ഇപ്പോൾ റിലീസാവുന്നുണ്ട്, ഒമറുലുലിൻ്റെ ഒക്കെയാണ്. അപ്പോൾ ആ പടം റിലീസാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും പേരോ അല്ലെങ്കിൽ മറ്റു ചില സിനിമകൾ റിലീസാവുന്നുണ്ട് എന്ന് പോലും പറയാതെ ഇവരുടെ മാത്രം സിനിമകൾ റിലീസാവുന്നു എന്ന രീതിയിൽ ഇവരൊരു സോഷ്യൽ മീഡിയ കൂടി പ്രൊമോഷൻ ചെയ്തപ്പോൾ അത് ഇവരുടെ സിനിമക്ക് പോലും ഒരു കോട്ടമായി വരുന്നു, അല്ലെങ്കിൽ ഇവരുടെ സിനിമ റിലീസാകുന്നില്ല എന്ന് ചിലരിലേക്കെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തതിനെ തുടർന്നിട്ടുള്ള ഒരു വിഷമമാണ് ഇവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പറഞ്ഞു വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ടോവിനോ തോമസും ഈ പറയുന്ന ആസിഫ് അലിയും ഇവരെ കൂടിയുള്ള ഒരു പ്രൊമോഷൻ ഉണ്ടല്ലോ, ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം. നാളെ സെപ്റ്റംബർ 12 നമ്മുടെ ടോബി ബ്രോന്റെ AR റിലീസാണ്. സെപ്റ്റംബർ 12 നാളെ തന്നെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ രഞ്ജിത്ത് അയ്യപ്പൻ ഡയറക്ട് ചെയ്തിട്ടുള്ള റിലീസ് ആവുന്നുണ്ട്. 13 അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന അജിത് മാമ്പള്ളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട്. കേട്ടില്ലേ? അപ്പോൾ കൊണ്ടൻ എന്ന് വെച്ചാൽ നമ്മുടെ പെപ്പട ഇടിപ്പടം വരുന്നുണ്ട്. ആസിഫ് അലിയുടെ ടോവിനോന്റെ ഇന്നലെ റിലീസാണ്. ഇന്ന് ദിവസം റിലീസാവുന്ന കൊണ്ടനെ കുറിച്ച്, പെപ്പയുടെ സിനിമയെക്കുറിച്ച് ഇവർ പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ റിലീസാവുന്ന മറ്റു ചില സിനിമകളെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റു സിനിമകളും വരുന്നുണ്ട് അതും പോയി കാണണമെന്ന് പോലും പറയാത്തതിനോട് കുറിച്ചുള്ള ഒരു വിഷമം. കാരണം ഇത് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂത്തന്മാരുടെ ഇപ്പോഴത്തെ മലയാള സിനിമയിൽ കൂടുതലായിട്ടും നിൽക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഫാൻസൊക്കെ ഉള്ള ഈ യൂത്തന്മാരുടെ സിനിമകൾ മാത്രമുള്ളൂ എന്ന രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു മറ്റു സിനിമകൾ. കാരണം അവരെ മാത്രം സിനിമകളും ഞങ്ങളുടെ സിനിമകളില്ല എന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു
പ്രൊമോഷനായി പോയി എന്നതിൻ്റെ ഒരു വിഷമമാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടത്. കാരണം ഇന്ന് ഞാനൊരു ഇൻ്റർവ്യൂ കാണാനുണ്ടായി. ഈ പറയുന്ന നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, ഒമർ ലുലു, ഈശോയിലു ഇവരൊക്കെ ഉള്ള ഒരു ഇൻ്റർവ്യൂവിലും ഈ വിഷയത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാരണമായതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടികളും ഗ്യാങ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർനാഷണം തഴഞ്ഞു. ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ്. സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകൾ പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകർ. നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ്. ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ. എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും തിരികെ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് ഷീലു എബ്രഹാം എന്ന് പറയുന്ന ലേഡി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒമർ ലുലും ഇതേപോലെ തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ ഒമർ ലുലും പറഞ്ഞിരിക്കുന്നത്, മമ്മൂക്കയുടെയോ ലാലേട്ടൻ്റെയോ പടങ്ങൾ ഈ ഓണത്തിന് റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇത്തരത്തിൽ അവഗണിക്കുമായിരുന്നോ? ബസൂക്കയോ ബറോസിനെയോ പരാമർശിക്കാതെ ഈ വീഡിയോ ഇവർ ചെയ്യുമായിരുന്നോ അല്ലെങ്കിൽ ചെയ്തിടുമായിരുന്നോ എന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ സിനിമകൾ ഇന്നേ ദിവസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ 3 പേരും ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമകൾ പോയി കാണണം എന്ന് പറയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം. കാരണം ബാക്കിയുള്ള 3 സിനിമകൾ കുമ്മാട്ടിയും ഈ പറഞ്ഞ പോലെ തന്നെ സുകുമാരക്കുറുപ്പും പിന്നെ ഈ ബാഡ് ബോയ്സും എന്നീ സിനിമകളെ കുറിച്ച് പറയാത്ത പോലെ ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ സിനിമ ഒന്നിനെ പറയാതിരിക്കുമോ എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. പകരം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിന് ശേഷം ആസിഫ് അലി പറയുന്നുണ്ട്, ഞാൻ ഇൻ്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ഒരു പ്രൊമോഷൻ്റെ കാര്യമായിട്ട് പറഞ്ഞാണ് ഇന്നൊരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സോറി എന്ന രീതിയിൽ ഈ പറയുന്ന ബാഡ് ബോയ്സ് എന്ന സിനിമയെക്കുറിച്ച് എടുത്ത് ആസിഫ് അലി പറയുന്നുണ്ട്. അതിനുശേഷം വന്ന ഇൻ്റർവ്യൂവിൽ ഈ പറയുന്ന ഒമർ ലുലു ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നതെന്നും ഇട്ടതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഒമർ ലുലു അതിനുള്ള ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടുനോക്കാം. അത് അവരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ യൂത്തായിട്ട് ഇപ്പോൾ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത്. അപ്പോൾ ഇവർ 3 ആൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിൻ്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം, മറ്റ് ചിത്രങ്ങളൊന്നും കൂടി പറയായിരുന്നെങ്കിൽ അത് ഓക്കെ. അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും. കാരണം ഇത് കണ്ടിട്ട് എന്നെ 1-2 പിള്ളേർ വിളിച്ചിട്ട് നിങ്ങളുടെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു. ഈ പടങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞുള്ളൂ. പിന്നെ എന്താ പറയുക, മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഇവർ 3 പേരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഫോക്കസ് വേറെയാണ്. ഇപ്പോൾ റഹ്മാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റഹ്മാൻ സാറിനെയും കൂടി കൊളാബ് ചെയ്തിട്ട് അതിലൊരു വീഡിയോ ഇടാം. ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ അതൊരു കൂട്ടായ്മയാവും. നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് അതൊരു വിഷമമായി, ഞങ്ങളുടെ ഒരു വേദനയാണ്. ഒന്നാമത് പല സെൻറ്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസൊക്കെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 3 പേരൊരു ഒറ്റയ്ക്ക് 3 പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോൾ അതിൽ ഞങ്ങളും കൂടിയിട്ട് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ്. അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരല്ല, അല്ലെങ്കിൽ ഇരിക്കണവരല്ല ഈ പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യണ പ്രവർത്തികളിൽ പറഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത്. ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ 3 സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂ. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രം, അതിന് ഞങ്ങളുടെ ഒരു വേദന പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം ഇന്ന് ആസിഫ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അവരങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് ഓക്കെയാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്ത് ഞങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. കേട്ടില്ലേ, ഒമർ ലുലു കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇവർ 3 പേരുടെ പടങ്ങൾ മാത്രം വരുന്നു എന്ന രീതിയിൽ ആ പ്രൊമോഷൻ വീഡിയോസ് വന്നപ്പോൾ മറ്റുള്ള ചെറിയ സിനിമകൾ ആൾക്കാർ മറന്നു പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ സിനിമകൾ ഇല്ല എന്ന രീതിയിലുള്ള ചിന്തകൾ സാധാരണ പ്രേക്ഷകരിലേക്ക് വരുന്നു എന്ന കാരണത്താൽ അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ ഇട്ടൊരു പോസ്റ്റായിട്ട് പറയുന്നുള്ളൂ. അല്ലാണ്ട് വലിയൊരു വിഷയമാക്കാനൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാലത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത് ആസിഫ് അലി കാണുകയും ചെയ്തിരുന്നു. ആസിഫ് അലി അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയുന്നു. അത് സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണെന്ന് ഒമർ ലുലു പറയുന്നുണ്ടായിരുന്നു. ഇത്തരം പറയുന്നുള്ളൂ. ശരിയാണ്, വലിയ വലിയ സിനിമകൾ വരുമ്പോൾ പല ചെറിയ സിനിമകളും കാണാതെ പോകുന്നുണ്ട് ജനങ്ങൾ, അല്ലെങ്കിൽ അറിയാതെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഗോളം എന്നൊരു സിനിമ കണ്ടിരുന്നു. ആ സിനിമയെക്കുറിച്ച് ഞാൻ എവിടെയും കേട്ടിട്ടുണ്ടായില്ല, ട്രെയിലർ കണ്ടിട്ടുണ്ടായില്ല, ഒന്നിനെക്കുറിച്ചും കേട്ടില്ല. അല്ലെങ്കിൽ ഒരു ആൾക്കാരും ഒരു പറഞ്ഞ പോലെ തന്നെ ഈ അശ്വന്ത് ഗോക്ക അല്ലെങ്കിൽ മുങ്ങിയ സീക്രട്ട് ഏജൻ്റ ഇവരാരും റിവ്യൂ പറയുന്ന പോലും ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഈ സിനിമയെക്കുറിച്ച്. എന്നാൽ ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ ലെവൽ പടം മൊത്തം കണ്ടിരിക്കാം. അതിൽ കുറേ പുതുമുഖങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് വേണം ആ പോലീസായിട്ട് അഭിനയിച്ചിരിക്കണ ആരാണ് ഞാൻ ഇതിനു മുമ്പ് വേറെ സിനിമകളിൽ കണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പടം വേറെ ലെവല്, വൻ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വേറെ ലെവല് പടമാണത്. അതൊന്ന് കണ്ടു നോക്കണം. ഗോളം എന്ന സിനിമ
മസ്റ്റ് വാച്ചാണ് സമയം. നമ്മുടെ സമയം വെറുതെ പോകില്ല. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ട്വിസ്റ്റുകളുണ്ട്, ഒരു വേറെ ലെവലാണ്, ഒരു മെർഡറാണ്. അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ട്വിസ്റ്റ്. ഒരു ഓഫീസ് അങ്ങനെ വലിയതായിട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു പടം, എന്നാൽ ആ ചെറിയൊരു സ്ഥലത്ത് നിന്നിട്ട് ആ പടം നമ്മളെ കൊണ്ടുപോകുന്നത്, ചിന്തിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ പിടിയിട്ടില്ല ഏതാണ് രീതി. നമ്മൾ വേറെ പല രീതിയിലും ചിന്തിക്കുക സിനിമയെക്കുറിച്ച്, പക്ഷേ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഒരു രീതിയുണ്ട്, അത് വേറെ ലെവലാണ്. അതിന് സെക്കൻഡ് പാർട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് നിർത്തുന്നത്. ഇപ്പം അറിയാമല്ലോ, എല്ലാ പടത്തിനും സെക്കൻഡ് പാർട്ട് ഉണ്ടാകും എന്ന രീതിയിലാണ് എടുത്തിട്ടിട്ടാണ് പടങ്ങളൊക്കെ നിർത്തുന്നത്. അപ്പം അങ്ങനെയാണെന്നറിയില്ല, പക്ഷേ ഈ പടം മസ്റ്റ് വാച്ചാണ്, കണ്ടിരിക്കുക നമുക്ക്. ഗോളം എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഇങ്ങനെ പല ചെറിയ സിനിമകളും നമുക്ക് കാണാതെ പോകുന്നുണ്ട്. കാരണം ആ ചെറിയ സിനിമകൾ റിലീസാവുന്ന സമയത്ത് തന്നെ വലിയ സിനിമകൾ റിലീസാവുന്നുണ്ട്. അപ്പോൾ ആ വലിയ സിനിമകൾക്ക് തന്നെ ഫോക്കസ് എല്ലാവരേക്കും പോകും. എന്നാൽ കുറച്ച് നാളുകളായിട്ട് വലിയ സിനിമകളെക്കാൾ മേലെ, അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റുകളെക്കാൾ ചെറിയ സിനിമകൾക്ക് ഇപ്പോൾ നല്ല കളക്ഷനും നല്ല വിജയവും കരസ്ഥമാണ്. കഴിഞ്ഞ വിഷു മമ്മൂട്ടിയുടെ ഒക്കെ പടങ്ങൾ റിലീസായിട്ട് പോയും ഇതേപോലെ 3 അക്ഷരമുള്ള മറ്റൊരു സിനിമയാണ് ആ തൂക്കിയത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വിഷു തൂക്കിയത് ആ 3 അക്ഷരമുള്ള അറിയാലോ RDS എന്ന സിനിമയാണ്. ആ സമയത്ത് തന്നെ മമ്മൂട്ടിയുടെ ഒക്കെ പടം കളിക്കണമെങ്കിൽ പോലും RDS തൂക്കി. ഈ തവണ അതേപോലെ തന്നെ ARM, അതേപോലെ തന്നെ 3 അക്ഷരമുള്ള അജയൻ്റെ 2ാം മോഷണം എന്ന സിനിമയും തൂക്കി എന്ന് തന്നെ പറയാം. ആ സമയത്ത് ബാഡ് ബോയ്സ് വരുന്നുണ്ട്. നമുക്കറിയാം ഇന്നത്തെ ദിവസം എന്താണ് ആ പടത്തിൻ്റെ ചരിത്രം എന്നത്. മലയാള സിനിമ അല്ലെങ്കിൽ സിനിമാ ലോകം പറയുമല്ലോ, ഒരു വെള്ളിയാഴ്ചയാണ് സിനിമാക്കാരുടെ ചരിത്രം കുറിക്കുന്നത് അല്ലെങ്കിൽ തലവര കുറിക്കുന്നതെന്നാണ്. അപ്പോൾ ഇന്ന് അറിയാം ഏത് സിനിമയാണ് ഇനി അല്ലെങ്കിൽ ആരുടെ തലവരെയാണ് ഇന്ന് കുറിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ വരും വീഡിയോകളായിട്ട് നമുക്ക് കാണാം. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. ബൈ.